ഹായ് ഗൈസ്, വെൽക്കം ടു ബ്രിട്ടീഷ് അക്കാദമി. നമ്മളൊരു ബ്യൂട്ടിഫുൾ പോയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജേർണി ടു ദ ഇൻറ്റീരിയർ ബൈ മാർഗ്രറ്റ് ആറ്റ്വുഡ്. ആൻഡ് വിൽ കം ടു നോ വാട്ട് ദ ജേർണി ഈസ് ഓൾ അബൌട്ട് ബൈ ദ എൻഡ് ഓഫ് ദ പോയം ഓർ ബൈ ദ മിഡിൽ. സോ ലെറ്റ് മീ ഗെറ്റ് ഓൺ വിത്ത് ദ പോയം. ഒരു മോണോലോഗാണ് കേട്ടോ ഈ പോയം. ഒരു ഹാഫ് മെറ്റാഫിസിക്കൽ പോയായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ബിക്കോസ് like the images Margaret Atwood chooses is so different. Like, so more than about the poem and every line, I would tell more about my views on the poem. ആൻഡ് നമുക്ക് ഓരോ വരികളും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിഫറെൻറ്റ് മീനിങ്ങിൽ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട്. There are similarities I notice, that the hills which the eyes make flat as a wall, welded together, open as I move to let me through, become endless as prayers, that the trees grow spindly, have their roots often in swamps, that this is a poor country, that a cliff is not known as rough except by hand, and is therefore inaccessible. ആദ്യത്തെ ഫുൾ സ്റ്റോപ്പ് വരുന്നത് ഇവിടെയാണ്. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ദർ ആർ സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് പോയം തുടങ്ങുന്നത്. ദ പോയറ്റ് ഫൈൻഡ്സ് എ സർട്ടൻ കൈൻഡ് ഓഫ് സിമിലാരിറ്റി, ആൻഡ് വെൻ വി ലുക്ക് ഇൻ ടു ദ പോയം വി വിൽ ഫൈൻഡ് ദാറ്റ് ആ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു, നമുക്ക് സാധാരണക്കാർക്ക് തോന്നാത്തൊരു സിമിലാരിറ്റിയാണ്. എ സിമിലാരിറ്റി ബിറ്റ്വീൻ ഹെർ മൈൻഡ് ആൻഡ് എ ഫോറസ്റ്റ്. ഓക്കെ, ആൻഡ് the poet here from the starting itself tries to make us understand that it is pretty hard to understand a person's mind. ലൈക്ക് എനിക്ക് എൻ്റെ തന്നെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആൻഡ് ജസ്റ്റ് ഇമാജിൻ ഹൗ ഹാർഡ് ഇറ്റ് വുഡ് ബി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് മൈ മൈൻഡ്. സോ ഇവിടെ വരികളുണ്ട്, ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വാൾ വെൽഡഡ് ടുഗെദർ. ലൈക്ക് എല്ലാവർക്കും നമ്മളുടെ ആ ഒരു, ഇത് ഞാൻ എൻ്റെ ഒരു വ്യൂസാണ് പറയണേ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ആ ഒരു സെയിം ഐഡിയോളജി ആയിരിക്കില്ല. ലൈക്ക് ഹൗ വൺ ഷുഡ് ഓപ്പൺ അപ്പ് ടു അനദർ പേഴ്സൺ. സോ വി വിൽ ജസ്റ്റ് കീപ്പ് അവർ ഐസ് ഷട്ട്. മനസ്സിൻ്റെ കണ്ണാടിയാണ്, കണ്ണ് മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊക്കെ പറയുന്നത് പോലെ നമ്മളൊരു ഒരാളുടെ മുമ്പിൽ ഇഫ് വി വാണ്ട് ടു ഷട്ട് ഇറ്റ് വി വുഡ് ജസ്റ്റ് ഷട്ട് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ന് പറയും. ലൈക്ക് ഈ ഒരു വരികൾ ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വാൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പെർസെപ്ഷനെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് ദൂരം നിന്നുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ദൂരം നിന്നുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എവ്രിതിങ് വുഡ് ബി അൺക്ലിയർ. അപ്പോൾ അത്രയും ക്ലിയർ അല്ലാത്തൊരു പൊസിഷനിൽ നിന്നുകൊണ്ടാവും നമ്മളൊരു സാധനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു അൺക്ലിയർ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് നമ്മൾ ഇത്രയും കൂടി അടുത്തേക്ക് വരുമ്പോൾ ഒരാളെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നു എന്ന് പറയില്ല, അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എവ്രിതിങ് ബിക്കംസ് ക്ലിയർ. ഈവൻ രണ്ട് മലകൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെൽഡ് ചെയ്ത് വെച്ചതുപോലെയാണ് തോന്നുന്നത്. സച്ച് എ ഹ്യൂജ് ഡിഫറൻസ് ഇറ്റ് മേക്സ് ദ ഡിസ്റ്റൻസ് മേക്ക്. ദൂരെ നിന്ന് നോക്കുമ്പോൾ എയ്റോപ്ലെയിൻ ചെറുതായിട്ട് തോന്നുന്നത് പോലെ വെൻ വി കം ക്ലോസർ എവ്രിതിങ് ബിക്കംസ് ക്ലിയർ. അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ മൈൻഡിലേക്ക് ഇറങ്ങി ചെല്ലുന്നോ അത്രത്തോളം അത് ക്ലിയറർ ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ക്ലിയറായി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഇഫ് വൺ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹു ദേ റിയലി ആർ, ദെൻ വി നീഡ് ടു ഗെറ്റ് മോർ ആൻഡ് മോർ ക്ലോസ്. ഇഫ് യു ആസ്ക് മോർ ദെൻ യു വിൽ നോ മോർ. എത്രത്തോളം നമ്മൾ കൂടുതൽ അറിയുന്നു എത്രത്തോളം അടുക്കുമ്പോൾ എത്രത്തോളം കൂടുതൽ അറിയും എന്ന് പറയുന്നത്. ലൈക്ക് ഷി കമ്പയർസ് മൈൻഡ് വിത്ത് എ ഫോറസ്റ്റ്. ലൈക്ക് എങ്ങനെയാണോ ഒരു ചതുപ്പ് നിലത്ത് കുറേ മരങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെയാണ് നമ്മുടെ മൈൻഡിൽ ഓരോ ഫാക്ടേഴ്സ് ആൻഡ് മെമ്മറീസ് ആൻഡ് തോട്ട്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണേന്ന്. ക്ലിഫ് ഈസ് നോട്ട് നോൺ ആസ് റഫ് എക്സെപ്റ്റ് ബൈ ഹാൻഡ്. ലൈക്ക് വൺ ഷുഡ് ഡീപ്പ്. ആ ഒരു വരി എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്താ, ഇറ്റ്സ് ജസ്റ്റ് എ വേഗ് ഐഡിയ ഓഫ് വാട്ട് ഇറ്റ് ഈസ്. ദ മോർ യു വിൽ കം ടു നോ ദാറ്റ് ദ ജേർണി ഈസ് നോട്ട് ദാറ്റ് ഈസി. എത്രത്തോളം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മൾ
പറയുന്നത് എന്തായിരിക്കും? ദിസ് ഈസ് നോട്ട് ആൻ ഈസി ജേർണി ടു അണ്ടർഗോ. ഒരു യാത്ര എന്ന് പറയുമ്പോൾ വി വുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. ബട്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ. ഇവിടെ ലൈഫ് എന്ന ജേർണി, എ ജേർണി ടു ദ മൈൻഡാണ്, ജേർണി ടു ദ ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നോട്ട് എ ഫിസിക്കൽ ജേർണി, മൈൻഡിലേക്കുള്ളൊരു ജേർണിയാണ്. നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ്, അതാണ് ഈ ഒരു പോയത്തിനെ നമ്മൾ സോർട്ട് ഓഫ് മെറ്റാഫിസിക്കൽ വൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് കോമൺലി തോട്ട് ഓഫ് ഓർ കോമൺലി കമ്പയർഡ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നു അത്രത്തോളം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു, വി വിൽ കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ജേർണി ഈസ് നോട്ട് ദാറ്റ് ഈസി ടു അണ്ടർഗോ. Okay, you need to be strong and work really hard to conquer your mind. It takes hard work to strengthen your mind. So the poet tells that this journey is not that easy from the starting of the poem itself. And another line, mostly that travel is not the easy going. So poet തന്നെ പറയുന്നുണ്ട്, this journey, the journey to the interior, is never an easy journey. And she tells from point to point in the next part of the poem. And let's just think, ആ ഒരു വരി നമുക്ക് വായിക്കാം. From point to point, a dotted line on a map, location plotted on a square surface, but that I move surrounded by a tangle of branches, a net of air, and alternate light and day, dark, at all times, that there are no destinations apart from this. സോ നമ്മൾ പറഞ്ഞോടെ തന്നെയാണ് പോയി നിൽക്കുന്നത്. ലൈഫ് ജേർണി എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ജേർണി ആയിരിക്കും. എ ജേർണി ടു ദ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഫ്രം പോയിൻ്റ് ടു പോയിൻ്റ് ചിലപ്പോൾ ഓത്തർ അല്ലെങ്കിൽ പോയിറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പോകുന്നതെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാവുന്നത് പോലെ തന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൻ്റെ തുടക്കം, അങ്ങനെ ആ ഒരു ലൈഫ് ജേർണീനെ തന്നെയാവും. പിന്നെ ദ പോയിറ്റ് ടെൽസ് ലൈക്ക് ദ സ്ക്വയർ സർഫസ് സറൗണ്ടഡ് ബൈ എ ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സ്ക്വയർ സർഫസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ക്വയർ, വി നോ വാട്ട് ഇറ്റ് ഈസ്, വി നോ വെർ ദ ജേർണി വുഡ് എൻഡ്. പക്ഷെ സറൗണ്ടഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വുഡ് ജസ്റ്റ് ബി ലോക്ക്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ലൈഫ് എന്ന ജേർണി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു മാപ്പിൽ കാണുന്ന പോലെ ഈസി അല്ല. മാപ്പിൽ എവറിത്തിങ് വുഡ് ബി വെരി സ്മോൾ ആൻഡ് വി വുഡ് ഫൈൻഡ് ദസ് പ്ലേസസ് ജസ്റ്റ് നെക്സ്റ്റ് ടു. ഇത് പറയണ പോലെ ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ, ഇത്രേ ദൂരമുള്ളൂ എന്ന് പറയുന്നത് പോലെ വി വുഡ് ഫൈൻഡ് ദ ജേർണി ഈസി ഫ്രം ഹിയർ ടു ഹിയർ ഓൺ എ മാപ്പ്. ബട്ട് ഇറ്റ് ഈസ് വെരി അൺക്ലിയർ. മാപ്പിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മാപ്പ് വയ്ക്കുന്നത്. അപ്പോൾ അത്രയും അൺക്ലിയർ ആണ്. വി ഡോണ്ട് നോ വാട്ട് ടു ഡു, വേർ ടു ഗോ വെൻ വി ട്രാവൽ ടു അവർ ഇൻറ്റീരിയർ. സാധാ ഒരു ജേർണിക്ക് പോകുമ്പോൾ വി നോ വാട്ട് ടു ഡു ആൻഡ് വേർ ടു ഗോ ആൻഡ് വുഡ് ബി പെർഫെക്റ്റ്ലി പ്ലാൻഡ്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ വി വുഡ് ജസ്റ്റ് ലോസ്റ്റ് ട്രാക്ക് ഓഫ് അവർ സെൽഫ്. ആൻഡ് ഐ മൂവ് സറൗണ്ടഡ് ബൈ എ ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ്. അങ്ങനെ ഒരു വരിയുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീ ടെൽസ് ദാറ്റ് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ ലൈക്ക് എവറിത്തിങ് ഹാപ്പനിങ് ഇൻ ലൈഫ് ഹാസ് എ കണക്ഷൻ. ആൻഡ് ദ മോർ യു ലുക്ക് ഡീപ്പ് ഫോർ സംതിങ് ദ മോർ യു ഗെറ്റ് ടാങ്കിൾഡ്. എത്രത്തോളം നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ അതിങ്ങനെ ചുറ്റിപ്പടഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും ഒരു കാര്യത്തിന്. ലൈക്ക് she tells that there is alternate light and dark. The light and dark can like mean the good and bad days of your life, of course. അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറിത്തിങ് ജസ്റ്റ് കംസ് ലൈക്ക് അങ്ങനെ വേറൊരു സംഭവം ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് കണക്റ്റഡ്. ഒരു ഹാപ്പി മൊമെൻറ്റിനൊപ്പം ചിലപ്പോൾ ദർ വിൽ ബി എ കണക്ഷൻ ടു എ സാഡ് മൊമെൻറ്റ് ആൻഡ് യു വിൽ ജസ്റ്റ് തിങ്ക് ദാറ്റ് ദാറ്റ് മൊമെൻറ്റ്സ്. അങ്ങനെ നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മെമ്മറീസിനെ. സോ ഗുഡ് ഡേയ്സ്, ബാഡ് ഡേയ്സ്, നൈറ്റ് ആൻഡ് ഡാർക്ക്,
the two sides of life reminds you of things. There are differences, of course, എന്ന് പറഞ്ഞിട്ടാണ് തേർഡ് സ്റ്റാൻസ തുടങ്ങുന്നത്. So the first stanza tells that there are similarities, and the second stanza tells that there are differences, of course. So why is she all of a sudden going into differences? Let's see. There are differences, of course. The lack of reliable charts are more important. The distraction of small details. Your shoe among the brambles under the chair, where it shouldn't be. Loosened with mushrooms and a paring knife on the kitchen table. A sentence crossing my path, sudden as a fallen log. I'm sure I passed yesterday. So this poem definitely tells the journey is not that easy, and you will have a lot of terrible experiences while you are going through this journey. അപ്പോൾ ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നം പിടിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്. ഓൾ ഓഫ് എ സഡൻ വി വിൽ ജസ്റ്റ് ലൂസ് ട്രാക്ക് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മളെ ചെറിയ ഡിസിഷൻസ് ഇൻ ലൈഫ് വിൽ എൻഡ് അപ്പ് ഇൻ ബിഗ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫേമാക്കി സ്ട്രെങ്തൻ ചെയ്ത് വയ്ക്കുന്നത് അത്രത്തോളം ഈസി ആയിരിക്കും, ഈസി ഗോയിങ് ആയിരിക്കും ലൈഫ്. അതുകൊണ്ടാണല്ലോ മാസ്റ്ററിങ് മൈൻഡ്, മെഡിറ്റേറ്റ് ചെയ്തവർക്ക് ഇത്രയും കൂടിയും ഹാപ്പിനെസ് കിട്ടും, മെഡിറ്റേറ്റ് ചെയ്തവർക്ക് ഇത്രയും കൂടിയും മാസ്റ്റർ ചെയ്യാനുള്ള എഫേർട്ട്ലെസ് ആയിട്ട് ജീവിക്കാൻ പറ്റും, പ്രഷേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. എവറിത്തിങ് ജസ്റ്റ് മേക്ക് സെൻസ്. ലൈക്ക് മാസ്റ്ററിങ് യുവർ മൈൻഡ് ഇസ് സോ ടഫ്. If you gets to master the mind, then you can master yourself and you can master the world, and everything that is on the earth would belong to you. You'll just get such a high power. So master your mind and strengthen your mind എന്നാണ് ഇവിടെ പോയിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസസിനെ കുറിച്ചിട്ടാണ് പറയണത്. ഷീ ടെൽസ് ദാറ്റ് certain things happens for a reason, and like where it shouldn't be എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ truly means that you are not in the right situation. You might have met the wrong guy, took the wrong decision, and everything like doing the right thing at the right time won't be happening. But she tells that so in life one cannot accept everything that comes to your life, and at some point you accept things and regret on it later. So നമ്മുടെ മൈൻഡ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീ ടെൽസ് ദാറ്റ് യു വിൽ ഡു ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വുഡ് ബി എൻ ഈസി ടാസ്ക്. അല്ലെങ്കിൽ വി വുഡ് ജസ്റ്റ് റിഗ്രറ്റ് ഇറ്റ് ആഫ്റ്റർ എ വൈൽ. I'm sure I passed yesterday. That's a tricky line actually. അപ്പോൾ living life in the very moment is so difficult. Like certain days will be horrible. Seems like you just want to die at the same time. പക്ഷേ if you control the mind and if you're strong enough, you can just withstand. And if that day passes, then you are truly master of your mind. So when we come to the last part, she uses the words like shoe. Like ഷൂവിനെ നമുക്ക് ആ ഒരു പൊസിഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫില്ലിങ് വൺ ഷൂ അങ്ങനെയൊക്കെ ഉള്ള ഇഡിയംസ് ആയിട്ട് നമുക്ക് സിമിലർ ആണ്. പിന്നെ വൈറ്റ് മഷ്റൂം എന്ന് പറയുന്നത് ടെൻഡർ എന്നുള്ളത്, നമ്മൾ കറക്റ്റ് ടൈമിൽ എടുത്തിട്ടുള്ള ആ ഒരു ടെൻഡറായിട്ടുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ് തെറ്റാം. അങ്ങനെ ഹാവ് ഐ ബീൻ വാക്കിംഗ് ഇൻ സർക്കിൾസ് അഗെയിൻ. ഷീ തിങ്സ് ദാറ്റ് ഷീസ് ലോസ്റ്റ്. അതാണത് ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ കൊടുത്തിരിക്കുന്നത്. ഷീ ഈസ് നൗ തിങ്കിങ് ദാറ്റ് വെദർ ഷീ ഈസ് ലോസ്റ്റ് ഇൻ ഹെർ ഓൺ മൈൻഡ്, ഇൻ ഹെർ ജേർണി ടു conquer her mind. But mostly the danger. Many have been here, but only some have returned safely. So the journey to the mind is not that easy. അപ്പോൾ കുറേ പേര് അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ചുരുക്കം ചിലർ മാത്രമേ തിരിച്ചു പോയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് ദ ജേർണി ഈസ് സോ ഡിഫിക്കൽട്ട്, ആൻഡ്
Going out from this, the place is so hard. So a compass is useless. Also trying to take these directions from the movement of the sun, which are erratic, and the words here are as pointless as calling in a vacant wilderness. Whatever I do, I must keep my head. I know it is easy for me to lose my ways forever here than in other landscape. So the poem stops in such a deep fashion manner. Compass useless and sun useless, and we know that this journey has nothing to do with compasses. നമ്മുടെ മൈൻഡിലേക്ക് പോകുമ്പോൾ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു കോമ്പസ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. Because she reminds us that it is not a physical journey, it's journey to the interior. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ വേൾഡ് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ജേർണിയിൽ കോമ്പസ് അല്ലെങ്കിൽ ഡയറക്ഷൻ കാണിക്കാൻ സണ്ണോ കിട്ടിയിട്ട് കാര്യമില്ല. സോ വാട്ട് ഐ നീഡ് is complete focus to help me out, is what the poet explains. Complete focus ഇല്ലെങ്കിൽ I will lose my head. In the last line അത് തന്നെയാണ് പോയിട്ട് പറയുന്നത്. She once again affirms that the journey to the interior is the hardest journey, and the journey is truly a journey to know oneself more than anything else. സോ എല്ലാവരും ഒരുപാട് റൈറ്റിങ്സിൽ ഐ ഹാവ് സീൻ ദാറ്റ് ഇപ്പോൾ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ, pretty helpful for you. I know that this is just my thoughts on the poem Margaret Atwood's Journey to the Interior. Hope you guys got what I meant. Thank you.